Ladies and gentlemen, welcome to Food Notes with Anzil. നമ്മളൊന്നൊരു ഹെൽത്ത് സെഗ്മെന്റിന് തുടക്കം കുറിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പടർന്നു കിടക്കുന്ന കുറേ മിസ്കൺസെപ്ഷൻസും കുറേ മിസ്ഇൻഫർമേഷൻസും ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മൾ കാണുന്ന റീലുകളിലും മറ്റു വീഡിയോകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിനൊരു പ്രോപ്പറായിട്ടൊരു ട്രാക്ക് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് ഡോക്ടർ ഗോവിന്ദാണ്. ഡോക്ടർ ഗോവിന്ദ് എൻഡോഡോണ്ടിസ്റ്റ് ആണ്. പല്ലുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പം നമ്മൾ അന്നം പോകുന്നത് വായിലൂടെയാണല്ലോ. അപ്പം ആ ഒരു മേഖലയിൽ നമുക്ക് ആദ്യം തുടങ്ങാം. തുടർന്നും ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇന്ന് ഡോക്ടർ ഗോവിന്ദാണ്. നമ്മുടെ ഒരുപാട് ഡൗട്ടുകൾക്ക് ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഡോക്ടറെ ആദ്യത്തെ ചോദ്യം, പല്ല് തേക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും പല്ല് തേക്കണം. നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്നതല്ലേ, ഫുഡ് കഴിക്കുമ്പോൾ ധാരാളം ഡെപ്പോസിറ്റ്സ് പല്ലിലുണ്ടാവും. ഈ ഡെപ്പോസിറ്റ്സ് അന്നന്ന് തന്നെ ക്ലീൻ ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ട് അവിടെ ഒരുപാട് അടിഞ്ഞുകൂടി നമുക്ക് മോണരോഗത്തിലേക്ക് ലീഡ് ചെയ്യും. സോ അത് തടയാനായിട്ട് നമ്മൾ പല്ല് തേച്ചേ മതിയാവും. ഇപ്പം റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു പുതിയ പഠനങ്ങൾ പറയുന്നു, എന്താണ്, ആഴ്ചയിൽ 2 ദിവസം പല്ല് തേച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. ഇല്ല, ഒരിക്കലും പാടില്ല. നമ്മൾ ഡെയിലി പല്ല് തേക്കുക തന്നെ വേണം. പിന്നെ അതിൻ്റെ നമ്മൾ അധികമായാലും അത് പ്രശ്നമാണ്. അതായത് പല്ല് തേക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ കൂടിയാലും പ്രശ്നമാണ്. സോ ആവശ്യത്തിന്, അതായത് ഒരു ഡോക്ടർ പറഞ്ഞു തരും നിങ്ങളുടെ ഇപ്പോൾ പല്ല് തേക്കുന്ന രീതി ശരിയാണോ. അതൊരു ഡോക്ടർക്ക് എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എക്സാക്ട്ലി ചെയ്യേണ്ടുന്ന രീതിയിലാണോ ചെയ്യുന്നത്, അതോ അത് ഓവറാണോ, എല്ലാം പറഞ്ഞു തരാൻ കഴിയും. അപ്പം ഒരു ദിവസം എത്ര നേരം പല്ല് തേക്കും? കൺവെൻഷനലി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് 2 നേരം പല്ല് തേക്കണമെന്ന് തന്നെയാണ്. ബട്ട് ഇപ്പോൾ ഒരു നമ്മുടെ പല്ലിൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ സോ ഓരോ മീല് കഴിഞ്ഞാലും നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ടൈംസ് എന്താണ് ഓർത്തഡോണ്ടിക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഓഡിയൻസിന് അതെങ്ങനെയാണ് നമ്മൾ കൺവിൻസ് ചെയ്തത്? ഓക്കെ, നമ്മുടെ ഡെൻറ്റിസ്ട്രിയിൽ തന്നെ 9 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഞങ്ങൾ BDS കഴിഞ്ഞതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക. അതായത് MDS എന്ന് പറയും. സോ അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തഡോണ്ടിക്സ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് എൻഡോഡോണ്ടിക്സ് എന്ന് പറയും, കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സോ ഈ ഓർത്തഡോണ്ടിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ പല്ലിൽ കമ്പി ഇടുക, പല്ലിൻ്റെ നേരെ ശരിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ ജോലി. അവരതിലാണ് ഒരു 3 വർഷം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഓറൽ ഹൈജീൻ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വായെന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യര ദൈവം നമുക്ക് ഭക്ഷണം തരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മുടെ എനർജി എല്ലാം എന്താണ് കൺസിസ്റ്റൻ്റ് നിലനിർത്താൻ വേണ്ടി നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ് ഏരിയയും കൂടെയാണ്. അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓറൽ ഹൈജീൻ ആൻഡ് നമ്മുടെ ഹെൽത്ത്? ഇത് രണ്ടും തമ്മിലുള്ളൊരു ഒരു കണക്ഷൻ എത്രത്തോളം ഉണ്ട്? സോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പല പ്രായമേറിയ അമ്മമാരും അച്ഛന്മാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മോനെ വയസ്സൊക്കെ ഇത്രയൊക്കെ ആയില്ലേ, ഇനി പല്ലിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരേ എന്നുള്ളൊരു ഫീൽ വരും. അങ്ങനെ ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. സോ അത് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രായം കൂടുമ്പോഴാണ് നമുക്ക് ഈ പല്ലുകളുടെ എല്ലാ ആവശ്യമെന്ന് ഞാൻ പറയും. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായം കൂടുമ്പോൾ നമ്മുടെ ദഹനത്തിൻ്റെ രീതിയെല്ലാം മാറും. പല പ്രായമേറിയ ആൾക്കാർക്കും ഗ്യാസ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്, വയറിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർലി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാത്തത് കൊണ്ട് തന്നെയാണ്. സോ അതാണ് നമ്മുടെ പല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓറൽ ഹൈജീനും അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടും അത് വൃത്തിയാക്കി സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ഈ പല്ല് അവിടെ കാണുകയില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിലൊരു ഡൗട്ട് മാറിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിനിപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെന്തായാലും പല്ല് തേക്കണമെന്ന് തീരുമാനിച്ചു. അപ്പം ഇപ്പം പേസ്റ്റുകളുടെ പരസ്യം, ടൂത്ത് പേസ്റ്റുകൾ പല തരത്തിൽ ഡോക്ടർമാരുടെ വേഷത്തിൽ വരുന്നു, അല്ലാതെ വരുന്നു, അതിനകത്ത് പിന്നെ ആയുർവേദിക് സാധനങ്ങൾ ആഡ് ചെയ്യും. ഏത് ടൂത്ത് പേസ്റ്റാണ് ബെസ്റ്റ് ഫോർ എ കോമൺ മാൻ, നമ്മളൊരു സാധാരണ ഡെയിലി ലൈഫ് ജീവിക്കുന്ന ഒരാൾക്ക്? അതായത് പല്ലിന് അസുഖമൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നീറ്റായിട്ട് പല്ല് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഏത് പേസ്റ്റ് ഉപയോഗിക്കണം? ഇപ്പോൾ അൻസിൽ പറഞ്ഞ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്തൊരാൾക്ക് സാധാരണ പേസ്റ്റ്, അതായത് അതിന് പ്രത്യേകം ഇന്ന സാധനമുള്ളത് അല്ലെങ്കിൽ ഇന്ന അഡിറ്റീവ്സ് ഉള്ള സാധനം അങ്ങനെയുള്ളതൊന്നുമില്ല. സാധാരണ പേസ്റ്റ് അത് ഏതായാലും, പക്ഷെ തേക്കുന്ന രീതിക്കാണ്
അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. തേക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് നമ്മുടെ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് വരെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് പേസ്റ്റുകളെ വേണമെങ്കിൽ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ടൂത്ത് പേസ്റ്റ്, അതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന അബ്രേസീവ് കണ്ടൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആയിട്ട് പറയാം. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് നമുക്ക് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ അതിനെ വേറൊരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ഈ മെഡിക്കേറ്റഡ് വേണമെങ്കിൽ അതിനെയും മെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ പറയാം. മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുളിപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഡോക്ടറിന് അത് ക്യൂറബിൾ ആയിട്ടുള്ള കാര്യം, അതായത് ഇന്റർവെൻഷൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടുന്ന കാര്യമാണെങ്കിൽ അത് ഡോക്ടർ കറക്റ്റ് ചെയ്യും. ഇല്ല അതിന്റെ ആവശ്യമില്ലാത്ത കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നതുപോലെ പുളിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. അത് എത്ര കാലം എന്ന് ചോദിച്ചാൽ 2 ആഴ്ച യൂസ് ചെയ്താൽ മതി. അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ മാസ്ക് ചെയ്ത് വെച്ച് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കായിരിക്കും അത് കൊണ്ടെത്തിക്കുന്നത്. സോ അങ്ങനെ പാടില്ല. അതുകൊണ്ട് മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ഒരുപാട് കാലത്തേക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആവശ്യത്തിന് അത് ഉപയോഗിക്കുക, നിർത്തുക. നമ്മളിപ്പം ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള കാലം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല. അത് അഡ്വർടൈസ്മെന്റും പിന്നെ ഈ മാർക്കറ്റിംഗിന്റെയൊക്കെ ഭാഗമായിട്ട് പലതും കാണിക്കുന്നുണ്ട്. ഇപ്പം റീസെന്റ് പ്രോബയോട്ടിക് ടൂത്ത് പേസ്റ്റ് വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കുമല്ലോ എന്നുള്ള ഒരു തോട്ടിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പല്ലിൻ്റെ ഒരു പ്രശ്നവും വരില്ല എന്നുള്ള അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ പല്ല് നേരത്തെ പറഞ്ഞതില്ലേ, പല്ല് തേക്കുന്ന രീതി ശരിയല്ലെങ്കിൽ ഈ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഈ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പല സിംറ്റംസ്, അതായത് ഇപ്പോൾ ഒരു പുളിപ്പായിട്ട് കാണിക്കുന്ന പല കാര്യങ്ങളും ഈ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് കാരണം അതൊന്ന് നമ്പാക്കി അങ്ങ് വെക്കും. കുറച്ച് കാലത്തേക്ക് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറയും മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ വളരെ എന്താ പറയുക, ചെറിയ സൂചി കൊണ്ടെടുക്കേണ്ടതിന് വലിയ ഇത് കൊണ്ടെടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നില്ല, അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. സാധാരണ ഒരു ഫില്ലിങ്ങോ വല്ലതൊക്കെ വേണ്ടുന്ന ഒരു കാര്യമായിരിക്കാം, ചെറിയൊരു തേയ്മാനമോ വല്ലതൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഡോക്ടർ കണ്ട് അഡ്രസ്സ് ചെയ്ത് വേണ്ടുന്ന ഒരു പ്രിക്കോഷണറി കാര്യങ്ങൾ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് അവിടെ തീരും. ഇല്ല നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി കാണിച്ചു തരുന്ന ആ സിംറ്റംസ്, ആ സൈൻസ് മാസ്ക് ചെയ്ത് വെക്കുക ചെയ്യുന്ന, അത് കൊണ്ടെത്തിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും. അപ്പം ഞാൻ ഈ ചോദ്യം കൊണ്ട് ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഒരു സീരിയസ് വേർഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പം ഞാനിപ്പോൾ ചോദിച്ചത് എൻ്റെ വലിയ തലയിൽ ഉദിച്ച ചെറിയ ചോദ്യങ്ങളാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചത്. അപ്പം ഞാനിത് നിങ്ങൾ കൂടി വിട്ടുതരികയാണ്. അപ്പം ഈ എപ്പിസോഡ് കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉറപ്പായും അത് ഇൻക്ലൂഡ് ചെയ്യും അല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ആശങ്കകളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അപ്പം അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഡോക്ടറായിട്ട് ഉറപ്പായും കാണും. അതുവരേക്കും